സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അറിയണ്ടേ? ഞാൻ ഉറക്കെ ചോദിക്കും, നിങ്ങൾ പതുക്കെ പറയും. ഞാൻ പതുക്കെ ചോദിക്കും, നിങ്ങൾ ഉറക്കെ പറയും. അറിയണ്ടേ? So there are many logics कि हमें आरसीएम ही क्यों करना चाहिए, क्यों करना चाहिए, उसके बहुत सारे लॉजिक्स हैं. ആർസിഎം ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം എന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. लेकिन मैं सिर्फ एक चीज पे आपको बताना चाहता हूं. दिस इज द यूएसपी ऑफ आरसीएम, रीजनेबल एंड क्वालिटी प्रोडक्ट्स. എന്തുകൊണ്ട് ആർസിഎം ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഇഷ്ടംപോലെ ഉത്തരങ്ങളുണ്ട്. എന്നാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം റീസണബിൾ ആൻഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ്, അതാണ് ആർസിഎമ്മിന്റെ മാത്രം എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. മറ്റേ ഡയറക്ട് സെല്ലിംഗ് ഇല്ലാത്ത ആർസിഎമ്മിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആൻഡ് റീസണബിൾ പ്രൊഡക്ട്സ്. How many people agree RCM products are reasonable and quality, both combination? ഇത് ശരിയാണെന്ന് ബോധ്യമുള്ള എത്ര പേരുണ്ട്? ന്യായവിലയ്ക്ക് കിട്ടുന്നതാണ്, നല്ല ഗുണമുള്ളതാണ്, എല്ലാവർക്കും അറിയാം. യെസ്, ലഗ്ഭഗ് സബ്കോ ആതാ ഹൈ. That's it. Super. So that's why north or south, east or west, RCM is the best. So അതുകൊണ്ട് നമുക്ക് പറയാം, നോർത്ത് ഓർ സൗത്ത്, ഈസ്റ്റ് ഓർ വെസ്റ്റ്, ആർസിഎം ഈസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാലോ? യെസ്, ഞാൻ പറഞ്ഞു തരും, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. Can you say RCM is the So you do one thing. आपके जो साथ में जो बैठे हैं उनकी तरफ मुड़िए, उनसे हाथ मिलाइए और उनको बोलिए RCM is the best. ഓക്കെ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാം RCM is the best. നിങ്ങൾ കൈ പിടിക്കൂ, നമ്മൾ പറയാം, ഒന്നിച്ച് പറയണം. യെസ്, Say loudly, RCM is the best. RCM is the best. RCM is the best. अपने नेबर को बोलिए अच्छे से. ഇവിടെയല്ല, നിങ്ങൾ കൈ കൊടുക്കുന്ന ആളോട് നോക്കിയിട്ട് പറയണം RCM is the best. उसके थोड़ा नजदीक जाके कान में बोलिए അങ്ങനെ നിങ്ങൾ അവരുടെ ചെവിയിൽ പറയൂ RCM is the best. RCM is the best. Because कुछ लोगों को ऊंचा सुनाई देता है. അതായത് കുറച്ച് ആളുകൾക്ക് പതുക്കെ കേൾക്കുള്ളൂ, ഈ വേറിട്ടാലും കേൾക്കുന്നുണ്ട്. അവരുടെ ചെവിയില് നന്നായിട്ട് ഉറക്കാൻ പറയണം. അതുകൊണ്ടാണ് പറഞ്ഞത്. वो आरसीएम में है लेकिन उनको मालूम नहीं है कि they are in the best company. അവർ ആർസിഎമ്മിലാണ്, പക്ഷെ അവർക്ക് അറിയില്ല അവർ ബെസ്റ്റ് കമ്പനിയിലാണ്, ഒന്നാം തരം കമ്പനിയിലാണ് അവരെന്ന് അവർക്ക് അറിയില്ല. And best time to work in RCM is right now. ആർസിഎമ്മിൽ വർക്ക് ചെയ്യാനുള്ള നല്ല സമയം എപ്പോഴാണ്? ഇപ്പോഴാണ്. റൈറ്റ് ടൈം ഈസ് നൗ. ഇപ്പോഴാണ് ആർസിഎമ്മിൽ വർക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം. Because पिछले 25 सालों में there were many struggles in direct selling industry, but now highway is ready for you. കാരണം കഴിഞ്ഞ 24 വർഷം പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. ഇനി അതെല്ലാം മാറി, ഇപ്പോൾ നമുക്ക് ഹൈവേ റെഡിയാണ്. Now let's talk about micro question, how to succeed. അപ്പോ എങ്ങനെയാണ് നമുക്ക് ആർസിഎമ്മിൽ സക്സസ് ആകുക, അതിനെന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഹൗ ടു സക്സീഡ് പഠിക്കണ്ടേ? യെസ്, ഡയറിയും പേനയൊക്കെ കുറെ ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആർസിഎമ്മിന്റെ പ്രോഗ്രാമിൽ പോകുമ്പോൾ ഒരു ഡയറിയും പേനയും കരുതുന്ന ശീലം കൊണ്ടുവന്നിട്ടില്ലാത്തവർ സൂക്ഷിക്കാം. എന്ത് ചെറിയ പരിപാടിയാണെങ്കിലും ഒരു ഡയറിയും പേനയും നമ്മൾ കരുതുക. Are you ready? So अपने पड़ोसी से के द्वारा हाथ मिलाइए और उसको बोलिए I am ready to learn. അപ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചുകൊണ്ട് പറയാം, ഞാൻ പഠിക്കാൻ തയ്യാറാണ്. ആർസിഎം പഠിക്കാൻ തയ്യാറാണ്. യെസ്, റെഡിയാണോ? വെറുതെ ഇവിടുന്ന് പഠിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ആ ബുക്ക് വലിച്ചെറിയാനല്ല, പഠിക്കണം, എന്നാലും സക്സീഡ് ആകാൻ പറ്റുള്ളൂ. So we all are passionate about RCM. हमें RCM बहुत अच्छा लगता है. RCM से हमें प्यार हो गया है. Many people
बहुत सारे लोग फॉल इन लव इन आरसीएम. അപ്പോ വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, ആർസിഎം നമുക്കൊരു പാഷൻ ഉണ്ടാവണം, അതൊരു തരം ലഹരിയായിട്ട് മാറണം. ഒത്തിരി ആളുകൾ ആർസിഎമ്മില് ആർസിഎമ്മിനെ പ്രണയിക്കുന്നു. लेकिन आपने इस पैशन के साथ में प्रोफेशन को ऐड करना पड़ेगा. ഇപ്പൊ പല ആളുകളും ആർസിഎം ലവേഴ്സ് ആണ്, പക്ഷേ നമുക്ക് സക്സസ് ഉണ്ടാകണമെങ്കിൽ അതിനോടൊപ്പം നമ്മൾ പ്രൊഫഷണലും കൂടി ആവണം. കാരണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അങ്ങനെ ചെയ്യുമ്പോഴാണ് ആർസിഎമ്മിന്റെ ഡിസൈൻ അനുസരിച്ചുള്ള ഫലം നമുക്ക് കിട്ടുന്നത്. बहुत सारे लोगों को क्रिकेट से बहुत प्यार है, लेकिन उनको पैसा नहीं मिलता है. ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് അല്ലേ? പക്ഷെ അവർക്ക് ക്രിക്കറ്റിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല. ക്രിക്കറ്റ് ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് ക്രിക്കറ്റിൽ നിന്ന് പൈസ കിട്ടുന്നില്ല. अभी वर्ल्ड कप में जो टीम ने खेला है उनको बहुत सारा पैसा मिला है. എന്നാൽ ഇപ്പൊ വേൾഡ് കപ്പ് കളിച്ച ക്രിക്കറ്റ് പ്ലേയേഴ്സിന് ഒത്തിരി പൈസ കിട്ടിയോ? വ്യത്യാസം മനസ്സിലായോ? ആരോഗ്യ ഇവിടെ തന്നെയാണോ? യെസ്. അപ്പൊ ആർസിഎമ്മിനെ നമുക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ ആർസിഎമ്മിനെ ഒരു പ്രൊഫഷൻ ആയിട്ട് ഏറ്റെടുക്കുമ്പോഴാണ് ശരിക്കും അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുക. बहुत सारे लोगों को गाना गाना अच्छा लगता है, एंड बहुत सारे लोग बाथरूम सिंगर हैं हमारे में से. हाउ मेनी आर बाथरूम सिंगर्स? അതുപോലെ പാട്ട് ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്, ബാത്റൂം സിംഗേഴ്സ്. വല്ലപ്പോഴൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പാടുന്ന ആളല്ലേ, പാടാൻ ഇഷ്ടമാണ്, പുറത്ത് പാടില്ല. അങ്ങനെ ബാത്റൂം സിംഗേഴ്സ് ഒത്തിരി ആളുണ്ട്. കൈപോക്കാത്തവർ ഒത്തിരി പേരുണ്ട്. ഒരു മൂളിപ്പാട്ട് പാടാത്തവര് ആരും തന്നെ ഉണ്ടാവില്ല. ശരിയല്ലേ? Are you getting money? അങ്ങനെ ബാത്റൂമിൽ പാട്ട് പാടി നമുക്ക് പൈസ കിട്ടുമോ? ഇല്ല. आप गाना गाते हैं, आपकी वाइफ आपको आके 500 रुपया देती. वेरी गुड, थैंक यू वेरी मच. നിങ്ങൾ അങ്ങനെ പാട്ട് പാടുമ്പോൾ എല്ലാ പാട്ടിനും വൈഫ് 500 രൂപ വെച്ച് നിങ്ങൾക്ക് തരികയാണെങ്കിൽ എന്ത് നന്നായേനെ അല്ലേ? इवन अगर आप जोर से गाना गाएंगे तो डांट आपको पड़ेगी. അപ്പൊ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമായത് കൊണ്ട് നിങ്ങൾ ഉറക്കെ പാടിയാൽ വീട്ടിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വഴക്ക് കിട്ടും. ഒന്ന് മിണ്ടാതിരിക്കൂ എന്ന് പറയും. ശരിയാണോ? യെസ്. And there are few people in India जो गाना गाने के बहुत सारे पैसे कमाते हैं. എന്നാൽ ഇന്ത്യയിൽ പാട്ട് പാടി ഒത്തിരി പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഉണ്ടോ? യെസ്. So same way बहुत सारे लोग हैं जो आरसीएम को सिर्फ प्यार करते हैं और प्यार करते रहेंगे जिंदगी भर, बट वो बहुत सारा पैसा नहीं बनाएंगे. അപ്പോ ഓർമ്മിപ്പിക്കുകയാണ്, ഒത്തിരി ആളുകൾ ആർസിഎം ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടം മാത്രമായിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് ആർസിഎമ്മിൽ ഒത്തിരി പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. सीरियस पैसा वही बनाएंगे जो प्रोफेशनली तरीके से आरसीएम को करना शुरू करेंगे. എന്നാൽ സീരിയസ് ആയി പ്രൊഫഷണൽ ആയിട്ട് ആർസിഎം ചെയ്യുന്ന ആളുകൾക്കാണ് ഇഷ്ടം പോലെ പൈസ ഉണ്ടാവുക. Profession requires three things. Every profession requires three things. ഏത് പ്രൊഫഷൻ ആണെങ്കിലും പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. First thing is mindset. ഒന്ന് മൈൻഡ് സെറ്റ്, മനോഭാവം. आपके अंदर में क्या चलता रहता है, that is very important. അതായത് നമ്മുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് അതാണ് മനോഭാവം. ആർസിഎമ്മിനെ സംബന്ധിച്ച്, ഡയറക്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ച് നമ്മുടെ മനോഭാവം എന്താണ്, അത് നമ്മുടെ സക്സസ് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. It is in your hand and require continuous effort, extremely crucial for senior leaders. ये पहली चीज, ये हमारे हाथ में है, किसी का परमिशन नहीं लेना इसको ठीक करने के लिए. सेकेंड थिंग, रिक्वायर्ड कंटिन्यूअस एफर्ट्स. इसके लिए आपको लगातार कुछ काम करना पड़ेगा, एंड स्पेशली फॉर सीनियर लीडर्स दिस इज द की. अगर हमने अपने माइंडसेट को ठीक रखा तो हम ग्रो करेंगे, अदरवाइज टेक्निकल पे जाने के बाद में हम वापस आ सकते हैं और हमारी ग्रोथ रुक सकती है. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ മനോഭാവം എവിടുന്നാ കിട്ടുന്നേ? അവനവനിൽ അധിഷ്ഠമാണ്. ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഇതിന് തുടർച്ചയായിട്ടുള്ള എഫർട്ട്, പ്രയത്നം ആവശ്യമാണ്. പ്രത്യേകിച്ചും സീനിയർ ലീഡേഴ്സിന് തുടർച്ചയായ പ്രവർത്തനം
അവനവന്റെ കയ്യിലാണ് എങ്കിൽ മാത്രമേ മൈൻഡ് സെറ്റിന്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയൂ. There are some points in mindset. First point is develop an entrepreneurial mindset, because we are IBOs, independent business owners. No complaints at all. ഇവിടെ നമ്മൾ ഒരു വ്യവസായ സംരംഭകൻ എന്ന നിലയ്ക്ക് നമ്മൾ ഇതിനെ